ഷിഹാബ്, വാട്ട്സ് ദി അപ്ഡേറ്റ്? കേരളത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള പല റോബറികളുമായിട്ട് ഇതിന് അൺയൂഷ്വൽ സിമിലാരിറ്റി കാണുന്നുണ്ട്. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് മിനിമം ടൈം ലിമിറ്റിനുള്ളിലാണ്. ഡു യു ഹാവ് എനി ഗസ് അബൌട്ട് ദ ടൈം? Yes, madam. Between 9:12 to 1:15 AM, they have executed the robbery. മുകളിലത്തെ CCTV ഹാക്ക് ചെയ്ത ടൈമും 12:30 ആണ്. Within 45 minutes, 55 crore. Oh my god. യെസ്, അതാണ് ഈ റോബറിയുടെ ബ്രില്യൻസ്. നമ്മുടെ എക്സ്പേർട്ടിന്റെ അനാലിസിസിൽ ഇവിടെ 6 സ്റ്റേജ് സെക്യൂരിറ്റി സിസ്റ്റം ആണുള്ളത്. അപ്പോൾ ഈ 6 സ്റ്റേജുള്ള സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ചെയ്ത് 45 മിനിറ്റിനകത്ത് 55 കോടി കടത്തണമെങ്കിൽ ഇവർ വെറും ലോക്കൽ കള്ളന്മാരാവാനുള്ള സാധ്യതയില്ല. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പ് തന്നെ ഇതിന്റെ പിന്നിലുണ്ടാവും. എന്തായിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ? രാത്രി 12:30 ടോപ്പിലുള്ള ഫസ്റ്റ് CCTV ഹാക്ക് ചെയ്തു. അതിനുശേഷം ഷട്ടർ ബ്രേക്ക് ചെയ്ത് അകത്ത് കിടന്ന് പഞ്ചിങ് മെഷീൻ ക്രാക്ക് ചെയ്തു. CMRലുള്ള CCTV വിഷ്വൽസ് ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കണം ഇവർ MDയുടെ റൂമിനകത്ത് എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറും ഹാക്ക് ചെയ്തിട്ട് ഇവർ എക്സ്ട്രീം സെക്യൂരിറ്റി സോണിലെത്തി. അവിടെയും 2 ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻസ് ആണുള്ളത്: വെർട്ടിക്കൽ സ്കാനർ ആൻഡ് ലേസർ ബാരിയർ. മാഡം, പ്രൈമറി ഇൻവെസ്റ്റിഗേഷന് ശേഷം നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ദിസ് ഈസ് എ വെൽ പ്ലാൻഡ്, ബ്രില്യൻലി എക്സിക്യൂട്ടഡ് റോബറി. എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, MDയുടെ ഫിംഗർ പ്രിന്റ് കൊണ്ട് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി സിസ്റ്റം അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? How did they do that? That is the brilliance behind the execution of this robbery. മാഡം, CCTV ഹാക്ക് ചെയ്യപ്പെട്ടാലോ സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ആയാലോ 30 മിനിറ്റിനകത്ത് അലാറം മുഴങ്ങും. MDക്കും ലോക്കൽ പോലീസ് സ്റ്റേഷനിലും മെസ്സേജ് പോകും. എനിക്ക് തോന്നുന്നു ഈ ലേസർ ലെയറിൻ്റെ അടിയിൽ കൂടെ നുഴഞ്ഞു നീങ്ങിയിട്ടായിരിക്കണം ഇവർ ഈ സേഫിനടുത്ത് എത്തിയിരിക്കുന്നത്. ആൻഡ് ദ റോബറി ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് വിത്തിൻ 29 മിനിറ്റ്സ്. ഷിഹാബ്, എന്തെങ്കിലും സംശയമുണ്ടോ? ഹെൽപ്പ് ഫ്രം ഇൻസൈഡ്? മാഡം, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ലോങ് പീരീഡ് ട്രെയിനിങ് ഇവർ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സിസ്റ്റമൊക്കെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ഈ റോബറി നടത്തിയിരിക്കുന്നത്. ഒറ്റ ഫിംഗർ പ്രിന്റ് പോലും ബാക്കി വെച്ചിട്ടില്ല. മാഡം, ട്രിവാൻഡ്രത്ത് നടന്ന സംഭവം മാഡത്തിന് ഓർമ്മയില്ലേ? ക്ഷുദ്രജീവികളുടെ ശല്യം കൊണ്ട് ലേസർ ലൈനിന്റെ അവസാനത്തെ 2 ലെയർ കട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും. ആ സ്പേസിൽ കൂടെ ആയിരിക്കണം ഇവർ സേഫിനടുത്ത് എത്തിയിരിക്കുന്നത്.
Shihab, you can go up to any extent and I need an answer within 6 hours. അറിയാലോ, it's a game between my life and death. യെസ് മാഡം. എൻ്റെ അമ്മ പണി പാളി. പെട്രോളിന് അടുത്താണല്ലോ. അമ്പലം കഴിഞ്ഞിട്ട് ആ ഓക്കെ വിളിച്ചാൽ മതി. ആ സൈഡിലേക്ക് കൊണ്ടുപോയി. മോളെ ആ മോളെ ദേ ബ്യൂട്ടീഷ്യൻ എത്തി, പെട്ടെന്ന് റെഡി ആയിക്കൊള്ളണം. ഓക്കെ. അതെ 10-നും 10:15 ഇടയ്ക്കാണ് മുഹൂർത്തം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്, അത് മനസ്സിൽ വെച്ചോളണം. ബോക്സ് അങ്ങോട്ട് വെച്ചോളൂ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എനിക്ക് വേണം. ഇതിപ്പോ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കുന്നില്ലാണോ കുറ്റം? പാതിരയ്ക്ക് കടയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നേരം വെളുത്താലും വിടില്ലെന്ന് വെച്ചാ നിങ്ങളൊരുമാതിരി മുതലാളി കളി കളിക്കുകയാണെങ്കിലേ ഞങ്ങൾ തട്ടുകടക്കാർക്കും ചില പിടിപാടൊക്കെ ഉണ്ട്. ഷാജി അത് ഷാജി സാറിന് എന്താണാവോ അറിയണ്ടേ? പാതിരാത്രി കടയടിച്ച് വീട്ടിൽ പോണ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ മണി 8 ഈ കുറുപ്പമ്പടി ഷാജിയുടെ സ്വാധീനം എന്താണെന്ന് മാഡത്തിന് അറിയാൻ പാടില്ലാത്തോണ്ടാ. അതെന്താണെന്ന് അറിയണമെങ്കിലേ ഈ തോമസ് സാറാണ് ചോദിച്ചാൽ മതി. ആണോടോ തോമസേ, ഇവന്റെ തട്ടുകടയുടെ ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റിയാ. കളിയാക്കണ്ട സാറേ, ഒരൊറ്റ ഫോൺ കോൾ അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഈ നടക്കുന്നതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നെറ്റിക്കേറ്റ് വൈറലാക്കിയാലേ അതോടെ തീരും സാറിന്റെ കത്തിക്കല്. അയ്യോ മാഡം, ഇവന് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര പിടിപാടാ. എടാ ലോക്കൽ നാറി, നിന്റെ ഈ അളിഞ്ഞ വായി നിന്ന് ശബ്ദം പുറത്തു വന്നാൽ പുന്നാര മോനെ, പോലീസ് കളി എന്താന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കാം. കേട്ടോടാ കുറുപ്പമ്പടി മോനെ. എല്ലാവർക്കും തിരക്കുണ്ടെന്നറിയാം, പക്ഷേ ഇപ്പൊ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ ഞാൻ വിളിച്ചാൽ അങ്ങേര് ഫോൺ എടുക്കാറില്ല. മുഹൂർത്തത്തിന് ഇനി അത്രയ്ക്ക് ഇത്ര സമയമുള്ളൂ. എന്താ രുക്മിണി നിന്റെ തീരുമാനം? എന്താ വേണ്ടെന്ന് വെച്ചാൽ നീ ഇപ്പൊ പറയണം. ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ് അത്. നിന്റെ ചെക്കന് തട്ടിക്കളിക്കാനുള്ളതൊന്നുമല്ല. അതെ, ഇത്രയും നേരമായിട്ട് ആനന്ദിനെ കുറിച്ചൊരു വിവരമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ കുട്ടിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണ്ടേ? കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ, ആദ്യം പോലീസിൽ വിവരം അറിയിക്കുന്നതാവും നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിള്ളേര് കളിയല്ലാന്ന്. മക്കളുടെ തോന്നിയാസത്തിന് തള്ളയെ സമ്മതിച്ചു കൊടുക്കാന്ന് വെച്ചാ മൂത്തവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതിനിടയ്ക്കാ വേറൊന്ന്. അതെ, ഈ മൂത്തോൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മഹാന്റെ മുമ്പിലും കൈ നീട്ടാൻ വന്നിട്ടില്ല. അന്തസ്സായിട്ട് തന്നെ പിഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുടുംബമഹിമയും കുലീനതയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ വേണ്ടത് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അവരെ നേരിൽ കണ്ട് വിവരം അറിയിക്കുക.
അത് പിന്നെ സർ, കിട്ടിയില്ല അല്ലേ? എനിക്കറിയാം ഇതിന്റെ പിന്നിലെ മാസ്റ്റർ പ്ലാൻ. നിന്റെ ഓഫീസ്, നിന്റെ ക്യാബിൻ, നിന്റെ ഫിംഗർ പ്രിന്റ്, പിന്നെ നിന്റെ ഐ സ്കാനറും. ഇത്രയും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ലോക്കറിൽ നിന്നും പണം മോഷണം പോയെന്ന് പറഞ്ഞാൽ അപ്പന്റെ വിശ്വസ്തനായ പഴയ ചങ്ങാതി, ഡു യു തിങ്ക് ഐ എം എ ഫൂൾ? സർ, മേ ഐ? സർ, ഇതാരാണോ ചെയ്തത്, വി ആർ ജസ്റ്റ് ബിഹൈൻഡ് ദം. ഞാൻ അത്രയ്ക്ക് അടുത്തെത്തി കഴിഞ്ഞു. പിന്നെ ഒരു വൈഡ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ്സ് ക്വൈറ്റ് റിസ്കി. ബാങ്ക് റോബറി കേസസിൽ എക്സ്പേർട്ടായ DYSP ഷിഹാബിനെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ സാറിനറിയാലോ, മീഡിയാസ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക, എസ്പെഷ്യലി ഇലക്ഷൻ അടുത്ത് വരുന്ന ഈ സമയത്ത്. പിന്നെ സാറ് വന്ന ഈ ഷോർട്ട് ടൈമിൽ തന്നെ എന്തെങ്കിലും ഒരു ന്യൂസ് ഫ്ലാഷായ അത് സാറിന്റെ കരിയറിനെ തന്നെ ബാധിക്കും. സോ പ്ലീസ് ട്രസ്റ്റ് മീ. എടാ, നമ്മളിത് എവിടെയാണ്? ഏതാണ് ഈ സ്ഥലം? എനിക്കറിയാൻ പാടില്ല. നീയൊക്കെ ഓഫായി കിടക്കല്ലായിരുന്നോ? ദേ ഇവനെ പറഞ്ഞു ഈ വഴിയാന്ന്. എന്റെ ഫോണിൽ ഡിസ്പ്ലേ പൊട്ടിയോണ്ടാണ്. ഇല്ലെങ്കിൽ GPS നോക്കി പണ്ടേ അവിടെ എത്തിച്ചാണ്. എല്ലാം കൂടെ എന്റെ തല. ഏത് നേരത്താണ് നിന്റെ വരാൻ തോന്നിയ? മുടിയും പോയി 10 കല്യാണം, എല്ലാത്തിനും കാരണം ഇവനാണ്. ഞാൻ ചെയ്ത് എടാ, നീ കൂടി എനിക്ക് എന്താ തന്നെ? എന്താണത്? ഇവന് പ്രാന്താണ്. 100 സമയത്ത് എത്തിച്ചാ പോരെ? ഞാൻ എത്തിക്കാം അവിടെ. ആണ് മാറുന്നത്. വെറുതെ അലമ്പട കിടന്നുണ്ട്. എത്തിച്ചാ മതി. ജിമ്മി, ഇന്നലെ എന്താണ്ടായേ? ഞാൻ ഇന്നലെ ഇവനൊരു പെഗ് കൊടുത്തു. കൊടുത്തേനാണാ? ഞാനോർത്ത് കൊടുക്കാത്തേനായിരിക്കും. സാബു, നീ വണ്ടി നോക്കടാ. നോക്കിട്ടൊരു കാര്യമില്ല. വണ്ടിയൊന്നും ഇനി ഉണ്ടാവില്ല. ആ വണ്ടിയല്ല, ഈ വണ്ടി. നീ ടൂൾസ് എടുക്ക്. ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലടാ, ആദ്യമായിട്ടാ. നോക്കിട്ടൊരു പിടുത്തം കിട്ടണല്ലോ. സാബു, നിന്റെ മേക്കപ്പ് ബോക്സ് അല്ലേ ഇത്? അതെ. ഒരു സ്പാനർ കിടത്തേ, ഓപ്പൺ ചെയ്യ്, തുറക്കടാ അങ്ങട്. ആഹാ, എല്ലാം ഉണ്ടല്ലോ. 8 മതിയോ? മതി. 8 പണിയല്ലേ കിട്ടിയേ. അപ്പൊ 8 16 എടുത്തോ. ദേ ഇരിക്കണ്. ജിമ്മി, നിനക്ക് ഈ തല്ലിപ്പൊളി ആക്രി വണ്ടിയിൽ വേറെ വണ്ടി ഒന്നും കിട്ടിയില്ലേ? നാശം. ഞാൻ അറിഞ്ഞത് ഇത്ര വലിയ മാറനാവുന്നു. എടാ ജിമ്മി, ജിമ്മി, നിന്നെ വിളിക്കാൻ തോന്നിയെന്ന് പറയായിരുന്നു. ഞാനോർത്ത് മറ്റേ വാഴ വെക്കണ കേസ് പറയാനായിരിക്കും. അതങ്ങായിരുന്നു എന്റെ സ്വഭാവം മാറിയത്. നിങ്ങൾ നന്നാക്കി വരാതിരിക്കുക എന്തെങ്കിലും ചെയ്തോ, ഞാൻ പോവാണ്. നീ രക്ഷടാ, നീയെങ്കിലും നോക്കി ഇതായി വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഇത് മതിയോ നോക്കടാ. ഇത് അങ്ങോട്ട് ഉണ്ട്, അതെങ്കിലും അയച്ചോ. ജിമ്മി, എന്റെ കല്യാണം അങ്ങനെ മുടങ്ങാണ്ടല്ല, നീയാണ് ഉത്തരവാദി. ഞാനോ? പിന്നല്ലാണ്ട്. ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയില അല്ലെങ്കിൽ ആറ് തരണു. അമ്മാവാ, മോളെ, എന്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട്. അനുഗ്രഹം മേടിക്കും മോളെ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? പാറുമോളെ, ഹലോ. ഒന്ന് നിർത്തിക്കടാ. പാറുമോളെ, ഇങ്ങനത്തെ ഒരു കോഴി. എനിക്ക് ടോയ്ലറ്റിൽ പോകണം. വണ്ടി നിർത്തലേ, വണ്ടി വെള്ളത്തൂര് നിർത്തിയാൽ മതി. നീ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തേ പ്ലീസ്. എനിക്കൊരു 5 മിനിറ്റ് മതി. 5 മണിക്കൂറിന് വില. എടാ, നീ വണ്ടി നിർത്തലേ, ഇന്ന് പോയ വേഗം. അയ്യോ, ചവിട്ടിട്ടുണ്ട്. ഇതാരുടെ വഴി ശവം കൊണ്ടിട്ട്. എടാ പെട്ട്, ഇനി എന്ത് ചെയ്യാനാ? നന്നായി, മനുഷ്യനോട് വയറുവേദന എടുത്തപ്പോ വണ്ടി നിർത്താൻ പറ്റില്ല. നീ ഒന്ന് മിണ്ടാണ്ടിരുന്നേടാ. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം. ഒരു കുഴപ്പമില്ല. അവൻ ചെന്നിട്ട് എല്ലാം ശരിയായി വരും. ഞാൻ പോയിട്ട് വരാവേ.
ഇടിച്ചില്ലയോ എടാ അവന്റെ ഒരു മൊബൈൽ ആരുടെ കെട്ടിക്കാനോടാ വധൂരി ചീറിപ്പാഞ്ഞു പോണത്? ഇപ്പൊ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറിയാനല്ലോടാ. ഇന്ന് KKP-യുടെ ഹർത്താലാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലായിരുന്നോടാ? ഇന്ന് ADF-ന് ഹർത്താലല്ലേ? ഒരു ദിവസം 2 ഹർത്താലാ. അതൊക്കെ കേരളത്തിൽ. ഇതിവിടെ KKP നേതാവ് പാതാളം പീലാണ്ടി നടത്തുന്ന ഹർത്താൽ. സത്യം പറയടാ, എന്റെ ഹർത്താൽ വിളിക്കാൻ നിന്നെ ആരടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ സാറേ, എന്നെ അങ്ങനെ ആരും പറഞ്ഞു വിട്ടൊന്നുമല്ല. പിന്നെ നീ ആയിട്ട് വന്നാണ്? അല്ല, എന്നാ പിന്നെ ഞാൻ പൊക്കോളാം. നടക്കൂല മോനെ. ഈ വണ്ടി ഇവിടുന്ന് ഒരടി അനങ്ങിയാലുണ്ടല്ലോ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. നിനക്കെന്നെ അറിയാൻ പാടില്ലഞ്ഞിട്ടാണ്. അവിടെ ചോദിച്ചാ മതി. അവിടെ ആരുമില്ല. അവന്മാരെവിടെ പോയി? അതെ, ഇവിടെ ചോദിച്ചാ മതി. നമുക്കിവിടെ രക്തസാക്ഷിയില്ലല്ലോ, നമുക്ക് ഇവന്റെ പ്രതിമ. അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് അച്ഛനുമില്ലാത്ത സാറേ. ഞാൻ അത് കൊള്ളാം. അപ്പൊ നീ തന്നെ മതി. ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ. ഫിക്സ് ഇറ്റ്. അണ്ണാ, അവൻ ഒറ്റക്കല്ല, ഗ്യാങ് ആയിട്ടാ. അയ്യോ, അതൊരു പാവം ഗ്യാങ്. ആരടാ അവന്മാര്? സെറ്റായി തോന്നണ്ട. എന്തായി? എല്ലാം ഓക്കെ. എല്ലാം ഓക്കെയാണ്. എന്നാ പിന്നെ വണ്ടി എടുക്കാം. ഓക്കേ. അവര് വിടൂല. പിന്നെ നീ എന്തോന്ന് ഓക്കേന്ന് പറഞ്ഞേ? ഞാൻ ഹർത്താൽ ഓക്കെയാണെന്നാണ് പറഞ്ഞത്. നിന്നൊക്കെ ആനന്ദ്, നീ ഇതെങ്ങനെ പോണേ? എങ്ങടായി പോണേ? എന്റെ പൊന്നണ്ണാ, കാല് പിടിക്കാം. ഇന്ന് പിന്നെ കല്യാണം ഞങ്ങളെ വിട്ടണം. ഈ കളവന്റെ കല്യാണത്തിനാണോടാ നീയൊക്കെ കൂടി പോകുന്നത്? എന്റെ പൊന്ന് ചേട്ടാ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കല്യാണം കഴിക്കും. ഹർത്താൽ ദിവസം തന്നെ വേണോടാ കല്യാണം വെക്കാൻ? എടാ, ഇവിടെ KKP പറയുന്നതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. സംശയം ഉണ്ടായ പിള്ളേരോട് ചോദിച്ചു നോക്ക്. Once more. മനസ്സിലായോടാ ഊളകളെ?